ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ സെന്റിന് 35,000 മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ഫോൺ 9947 645007 9497 650076. കൊളപ്പുള്ളി അൽ അമീൻ ലോ കോളേജിലെ വിദ്യാർത്ഥികളെ വൈസ് പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഹോസ്റ്റൽ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഭീഷണി. 2ാം വർഷ വിദ്യാർത്ഥി ഷാനിഫ് ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളിൽ 4 പേരെ കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തിയപ്പോഴായിരുന്നു വൈസ് പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയത് എന്നാണ് പരാതി നൽകിയ ഷാനിഫ് പറയുന്നത്. കോളേജ് തുറന്നത് 2-ാം തീയതിയാണ്. 2-ാം തീയതി അനിയന്ത്രിതമായിട്ട് കോളേജിലെ ഹോസ്റ്റൽ ഫീ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ പല കുട്ടികൾക്കും സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. കോളേജിൽ ദൂരത്തു നിന്ന് വന്ന കുട്ടികളെ പോലും കോളേജ് ഹോസ്റ്റലിൽ കയറ്റാതെ, ബാത്റൂമിൽ പോലും പോകാൻ സമ്മതിക്കാതെ ഫീസ് അടച്ചാൽ മാത്രമേ ഹോസ്റ്റലിൽ കയറ്റുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി രാവിലെ മുതൽ ഹോസ്റ്റലിലത്തെ മുഴുവൻ കുട്ടികളും സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും ക്ലാസ്സിൽ കയറി. പിന്നീട് അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ക്ലാസ്സുകളിൽ വന്നിട്ട് സമരവുമായി ഐക്യപ്പെടണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ആ സമരത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് സസ്പെൻഷൻ ഉൾപ്പെടെ തന്നിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് ഞങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾക്ക് 4 പേർക്ക് മാത്രമേ സസ്പെൻഷൻ ഉള്ളത്. ബാക്കിയുള്ള കുട്ടികൾക്കെതിരെ നടപടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ നടപടികളൊന്നുമില്ല. ഇത് മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ തന്നൊരു ഷോക്കോസ് നോട്ടീസും സസ്പെൻഷനുമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിഷയത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൻക്വയറി കമ്മീഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മീറ്റിങ്ങിൽ ഈ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് ലോ കോളേജിനോട് കൂടി ചേർന്ന് തന്നെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പലിനെ അവിടെ സമരം ചെയ്ത വിദ്യാർത്ഥികൾ തടയുകയാണ്. ആ സമയത്ത് ഞങ്ങൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ പരാതിയും പ്രകാരമാണ് അദ്ദേഹത്തെ തടഞ്ഞു ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു 4-5 പേര് അഡ്മിനിസ്ട്രേറ്റർ റൂമിൽ ചർച്ച ചെയ്തായിരുന്നു. അത് തെളിയിക്കേണ്ട വീഡിയോ ഉൾപ്പെടെ നമ്മൾ കാണിച്ചു കൊടുത്തു. അവരംഗീകരിക്കുന്നില്ല. അവരതിൻ്റെ ഇടക്കാണ് പറഞ്ഞത് മാനേജ്മെൻറ്റിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കളയാൻ പോലും മടിക്കില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞത്. കോളേജ് മാനേജ്മെന്റിനെതിരെ പ്രതികരിച്ചാൽ തട്ടിക്കളയും എന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖയും ഈ വിദ്യാർത്ഥികൾ പുറത്തുവിട്ടിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഷൊർണൂർ പോലീസിന് പരാതി നൽകി. അതേസമയം താൻ ഒരു വിദ്യാർത്ഥിയോടും അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്നും എത്ര വിദ്യാർത്ഥികൾ പ്രകോപനമുണ്ടാക്കിയാലും ക്ഷമയോടെ കേട്ടുനിൽക്കുകയാണ് തന്റെ രീതിയെന്നും വൈസ് പ്രിൻസിപ്പൽ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.